അസ്സലാമു വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ചട്നി ആയിട്ടാണ്. നമുക്ക് ഇഡ്ഡലിൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി കോംബോ ചട്നി ആയിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ദോശേൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാമല്ലോ നമുക്ക്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു വലിയ 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവാള അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും, പിന്നെ 2 പച്ചമുളകും. അപ്പം ഞാൻ ഇവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക, വേവിച്ചെടുക്കുക. അപ്പോൾ നല്ല പഴുത്ത തക്കാളി എടുക്കാൻ നോക്കുക. നല്ല പഴുത്ത തക്കാളി എടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പച്ചമുളക് നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ 2 പച്ചമുളക് എടുത്തിരിക്കുന്നത്. അപ്പോൾ തക്കാളിയിൽ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി, 1 ടേബിൾ സ്പൂൺ എടുക്കണ്ട. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ മീഡിയത്തിൽ ഇട്ട് വെക്കണം. മുളക് പൊടിയിൽ ഇട്ടതുകൊണ്ട് പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് മീഡിയം വെച്ചാൽ മതി ഫ്ലെയിം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് തണയാൻ വെക്കുക. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ചൂട് പോയതിന് ശേഷം ഞാൻ മിക്സിൻ്റെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അരക്കുന്ന ടൈമിൽ അങ്ങനെ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. ഇങ്ങനെ ഇതുപോലെ ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുകും, പിന്നെ കുറച്ച് ഉഴുന്ന് എടുക്കുക. പിന്നെ അതിലേക്ക് കറിവേപ്പിലയും, പിന്നെ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കായപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തിക്കായി നിൽക്കുന്നത് തന്നെയാണ് നല്ല ടേസ്റ്റ്. അധികം വെള്ളം പോലെ ആയ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യമൊന്നും ഉപ്പിട്ടിട്ടില്ല, ഇപ്പോൾ ഉപ്പിടാൻ പോകുന്നത്. ഇപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അടിപൊളി ചട്നി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ദോശൻ്റെ കൂടെ ഇഡ്ഡലിൻ്റെ കൂടെയുള്ള നല്ലൊരു കോംബോ ചട്നിയാണ്. വേറെ ഒന്നും ആവശ്യമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു തിക്കിൽ വേണം എടുക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റ് ട്രൈ ആണ്, നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ട് എല്ലാവരും കമൻസിലൂടെ അഭിപ്രായം പറയാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ഫാമിലീസിനും ഫ്രണ്ട്സിനും എല്ലാം ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവരും കമൻസ് ഇടുക, ലൈക്ക് ചെയ്യുക. പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയി വരുന്നവരെ ബൈ.